ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് മാഷും കമലയും എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി വന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഞാനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ വേദ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതേ, നന്ദിനിയായിട്ട് തന്നെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇന്നലെ വിശ്വേട്ടൻ ഇതൊക്കെ പറഞ്ഞത് ആരാണ്? വിശ്വേട്ടൻ 3 നേരം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയല്ല, ജോലിക്കൊന്നും പോകുന്നില്ലെന്ന്, പൈസ കൊടുക്കുന്നില്ല എന്നൊക്കെ അല്ലേ നന്ദിനിയേട്ടത്തി പറഞ്ഞത്. മാത്രമല്ല, അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ 1000 രൂപ വെച്ച് കൊടുക്കുന്ന വിനായകേട്ടനാണെന്നും വിശ്വേട്ടനും വിക്രമേട്ടനും ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ അല്ലേ ഇവിടെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് വേദ. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, വിശ്വേട്ടൻ ജോലിക്കായി പോയി നല്ല ഗതി വരട്ടെ എന്നും ശ്രീജേട്ടത്തേക്ക് ഒരു മേൽഗതിയൊക്കെ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ് നന്ദിനി. അപ്പോൾ മാഷ് പറയുകയാണ്, ആരും ആരെയും തമ്മിൽ കുറ്റം പെടുത്തിയിട്ടോ പഴിചാരിയിട്ടോ ഒന്നും കാര്യമില്ല. അവരവർക്ക് വേണമെങ്കിൽ അവരവർ തന്നെ ജീവിച്ച് സമ്പാദിക്കണമെന്നൊക്കെ മാഷ് പറയുകയാണ്. വേദ പറയുകയാണ്, ഈ വീട്ടിലെ എല്ലാ അടുക്കള പണിയും ചെയ്യുന്നത് ശ്രീജേട്ടത്തി ഒറ്റയ്ക്കല്ല, ആരെങ്കിലും അതിൽ ഇടപെടാറുണ്ടോ? നമ്മളൊക്കെ ചെന്നാലും ശ്രീജേട്ടത്തി പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ശ്രീജേട്ടത്തി വിശ്വേട്ടൻ ഇവിടെ ഒരു ജോലിക്കും പോവാതെ അപ്പോൾ ആ ഒരു എച്ചിലല്ല തിന്നണം എന്നുള്ള കരുതി മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അതും ഒരു മനുഷ്യനല്ലേ, ഒരു ചായടിക്കാരന് ഇപ്പോൾ തന്നെ ഒരു 1000 രൂപയുണ്ട്. അപ്പോൾ ഹോട്ടലിൽ വെച്ച് വിളമ്പുന്നതിന് 1500 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രീചേച്ചിക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടുമല്ലോ എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ആരെയും തരം താഴ്ത്തിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും, അപ്പോൾ എല്ലാവരും അവരവരെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതാണെന്നൊക്കെ പറയുകയാണ് വേദ. അപ്പോൾ മാഷ് പറയുകയാണ്, ഇനി തൊട്ട് ആരും അങ്ങനെ വേർതിരി വേണ്ട, ഉള്ള ജോലി എല്ലാവരും കൂടെ പങ്കിട്ട് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. ആരും കൂടുതലും ചെയ്യേണ്ട കുറവും ചെയ്യേണ്ട, എല്ലാവരും ഒരേപോലെ ജോലി ചെയ്താൽ മതിയെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ മാത്രമല്ല വിശ്വൻ്റെ അടുത്തായിട്ട് വന്ന് പറയുകയാണ്, വിശ്വൻ നീ ഇനി എന്ത് തീരുമാനം എടുക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്ത് തീരുമാനം എടുത്താലും അത് നിൻ്റെ ഭാവിയെ ബാധിക്കുന്നതാണ്. പക്ഷേ ഇനി ഒരു പ്രശ്നമുണ്ടായി ശ്രീജയുടെ ദേഹത്ത് വല്ലതും നീ തൊട്ട് കളിക്കുകയാണെങ്കിൽ നിൻ്റെ ചെകിട് പൊളിയുമെന്നും മാഷ് പറയുകയാണ്. ഇത് ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിയിൽ മാഷ് വിശ്വത്തെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോൾ അച്ഛാ, ഇനി എൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന് വിശ്വം തുറന്നടിച്ച് പറയുകയാണ്. എങ്കിൽ നിനക്ക് കൊള്ളാമെന്ന് പറയുകയാണ്. എന്നിട്ട് മാഷ് അങ്ങോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കമലയും പോകുന്നു, വേദയും നന്ദിനിയും വിനായകനെല്ലാം പോവുകയാണ്. അപ്പോൾ ആ സമയം അവിടെ ശ്രീജയും വിശ്വേട്ടനും മാത്രമായിരിക്കുകയാണ്. അപ്പോൾ ശ്രീജയോട് വിശ്വം മാപ്പ് പറയുകയാണ്. ശ്രീജ, എനിക്ക് തെറ്റുപറ്റിപ്പോൾ നീ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുകയാണ്. എന്നിട്ട് അവരുടെ പിണക്കമെല്ലാം മാറുകയാണ്. ഇത് കഴിഞ്ഞ് നന്ദിനി നേരെ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ വിനായകനും ഉണ്ട്. ഇത്രയും നേരം ഇവിടെ നിന്ന് എല്ലാവരും കൂടെ എന്നെ അല്ലാക്കി ഉടുത്തില്ല, നിങ്ങൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ, നീയല്ലേ ഇന്നലെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്, ഞാനല്ലല്ലോ, നീ ഇന്നലെ വിശ്വേട്ടനെ പറഞ്ഞില്ലല്ലോ ഇത്രയൊക്കെ ഇവിടെ സംസാരിക്കേണ്ടി വന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞാണ് കുറ്റം, ഞാൻ വിശ്വേട്ടന് നല്ല ഗതി വരാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ശ്രീജേട്ടത്തേക്ക് ഒരു മേൽഗതി വരുമല്ലോ എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. അങ്ങനെ എന്നെ നീ ചിന്തിച്ചു, അതാണ് കടം കൊടുത്ത് 500 രൂപ ചെന്ന് ചോദിച്ചതെന്നൊക്കെ പറയുകയാണ്. അത് എനിക്കൊരു അബദ്ധം പറ്റിയെന്നൊക്കെ പറയുകയാണ്. നമ്മളുണ്ടാക്കുന്ന പണമെല്ലാം നമ്മൾ കരുതി വെച്ചിരിക്കുകയില്ലേ, അപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആയിട്ടൊന്നും നിങ്ങൾ ഇനി സൗണ്ട് ഉണ്ടാക്കി ഒന്നും പറയിക്കേണ്ട, ഇവിടെ മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. നീ ഇനി എവിടെ പോവുകയാണ്? ഇനി അവൾക്ക് അവിടെ ചെന്ന് വീണ്ടും പ്രശ്നമുണ്ട്. അതേ, അച്ഛൻ നിന്നുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇനി എനിക്ക് 2 പറഞ്ഞു, നന്ദിനി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനായിട്ട് പറയും. പക്ഷേ നന്ദിനി കേൾക്കാതെ വീണ്ടും അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ശ്രീജയും വേദയും കമലയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കമല പറയുകയാണ്, മോളെ നീ വിഷമിക്കേണ്ടെന്നും അവിടെ വാക്ക് വകതിരും ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നന്ദിനി വരികയാണോ. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ വാക്കിന് വകതിരും ഇല്ലെന്നാണല്ലേ പറഞ്ഞു വന്നത്, 3 മരുമക്കൾ ഒരേപോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ പറയുന്നത്, എല്ലാവർക്കും എന്നെ കണ്ടുകൂടെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇവിടെ ഈ വേദ വന്നതിന് ശേഷമല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, അമ്മയും നന്ദിനിയേട്ടത്തിയും പറയുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവൾ വന്ന ശേഷം വിക്രം എത്ര പ്രാവശ്യം ജയിലില്ല, 4 പ്രാവശ്യം, ഒരു തെറ്റും ചെയ്യാതെ വിശ്വട്ടം വരെ ജയിലിൽ കിടന്നു. ഇവൾ വന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയാണ് പ്രശ്നങ്ങളെന്നൊക്കെ പറയണത്. ഇവളെ ചേട്ടനും കൂടിയുള്ള ഒത്തുകളിയല്ലേ വിശ്വേട്ടൻ ജയിലിൽ കിടന്നതെന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ അതിന് മറുപടി പറയുകയാണ്, വിശ്വേട്ടൻ ജയിലിൽ കിടന്നെങ്കിൽ ഇറക്കിയ വേദയാണല്ലോ, അതല്ലേ ഇവരുടെ ഒത്തുകളിയാണെന്നൊക്കെ നന്ദിനി പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, വിശ്വന് ഈ ജോലി വാങ്ങിക്കൊടുത്ത വിനായകനാണല്ലോ, അപ്പോൾ വിനായകന് സ്ത്രീയായിട്ട് ഒരു ബന്ധം ഇല്ലെന്നാണോ നീ പറഞ്ഞത്, അതും ഒരു ഊഹാപോഹമാണെങ്കിൽ
ആണല്ലോ, അത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഒന്നും അങ്ങനെ ഊഹാപോഹം ഒന്നും ഉള്ളതാണോ ഇല്ലാത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതനുസരിച്ച് രീതിയിൽ പറഞ്ഞു പോകണമെന്ന് കമല പറയുകയാണ്. എന്നിട്ട് ശ്രീജയോട് പറയുകയാണ്, ശ്രീജ നീ പറമ്പിലോട്ടൊന്ന് വാ, നമുക്കവിടെ കുറച്ച് ജോലിയുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇവളുടെ വാക്ക് തർക്കത്തിന് നിന്നാൽ ഇന്ന് മുഴുക്കി നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വേദയോടും പറയണം, വേദ നിനക്ക് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചെയ്തിട്ട് പോകാനായിട്ട് നോക്കാനും പറയുകയാണ്. അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നീ എന്താണ് കിണിക്കുന്നതെന്ന് ചോദിക്കണം. അല്ല, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചത്ത് കഴിഞ്ഞാൽ എന്നെ കൊല്ലണമെന്ന് നിനക്ക്? അതല്ല, ചത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബോഡി ഉണ്ടല്ലോ മമ്മിഫൈ ചെയ്ത് വയ്ക്കണം. ഈജിപ്തിലൊക്കെ അങ്ങനെയാണ്. അതായത് നിങ്ങളിങ്ങനെ ഇത്രയും ഒരു സംഘർഷഭരിതമായ സിറ്റുവേഷനൊക്കെ സൃഷ്ടിക്കുന്ന ഒരാളല്ലേ, നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ആരും കാണൂല. അപ്പോൾ മമ്മിഫൈ ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരു കുറിപ്പും കൂടെ അതിൽ എഴുതി വെച്ചേക്കണം. അപ്പോൾ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ആ തലമുറയിലുള്ള കുട്ടികൾ നിങ്ങളെ അങ്ങ് ശരിക്കും അങ്ങ് പഠിച്ച് അവർക്കൊരു പാഠമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഓ, നീ എന്നെ ശരിക്കും കളിയാക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ദേഷ്യത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതും പറഞ്ഞിട്ട് വേദ പോവുകയാണ്. എന്നിട്ട് വേദ നേരെ വിക്രമിൻ്റെ റൂമിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രം കടന്നു വരികയാണ്. അപ്പോൾ വേദ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, എന്താണ് വേദാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, എന്നെ വേദാളെന്നൊക്കെ വിളിക്കുകയാണല്ലേ. പിന്നെ മാല ഇട്ടെന്നും പറഞ്ഞ് വേദാളെ വിളിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ, ചീത്ത വാക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, എന്താണാവോ നമ്മുടെ ഈ കുടുംബം ഉണ്ടല്ലോ മൊത്തത്തിലൊന്നും ഒരു അഴിച്ചുപണി നടത്തണം. അതായത് അച്ഛനെ എല്ലാവർക്കും ബഹുമാനമുണ്ട്, പേടിയുണ്ട്. പക്ഷേ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ അതില്ല എന്ന് പറയുകയാണ്. ഞങ്ങളുടെ സഹോദരനിടയിൽ സ്നേഹമല്ലേ വേണ്ടത്, അല്ല ബഹുമാനവും റെസ്പെക്റ്റൊക്കെ, അതൊക്കെ എന്തിനാണ്, ഒരു അകൽച്ച വരില്ലേ എന്നൊക്കെ വിക്രം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീജേട്ടത്തിയുടെയും വിശ്വേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമെന്നൊക്കെ പറയണം. അന്ന് നീ എനിക്ക് പായസം ഉണ്ടാക്കി തന്ന ഒരു നല്ല ഒരു ഒപ്പീനിയൻ പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ പായസം കുടിപ്പിക്കാനായിരുന്നല്ലേ ചോദിക്കുക. അതൊന്നും അല്ല, ഞാൻ ശരിക്കും തീരുമാനിച്ച തന്നെയാണ്. എന്തായാലും അതിന് ഞാൻ മുൻകൈ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ്, ഇനി നീ ഒരു പ്രശ്നത്തിലാക്കി അവരെ കൊണ്ട് കുഴിയിലൊന്നും ചാടിക്കില്ലേ എന്ന് പറയുകയാണ്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഇറങ്ങുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുമെന്ന് വേദ പറഞ്ഞിട്ട് എണീറ്റ് പോവുകയാണ്. അപ്പോൾ വിക്രം അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ശ്രീജ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നന്ദിനി വന്ന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജേട്ടത്തി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വിശ്വട്ടന് ജോലിക്ക് പോകാനൊക്കെ ഉള്ളൊരു മനസ്സ് വരത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജ അതിനൊരു മറുപടിയും പറയാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വേദ അടുക്കളയിൽ വന്നിട്ട് പറയുകയാണ്, ശ്രീജേട്ടത്തി പെട്ടെന്ന് എന്നെ റെഡിയാക്കി, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എവിടെയാണ് ശ്രീജേട്ടത്തി എന്ന് പക്ഷേ ശ്രീജ ഒരു മറുപടിയും പറയാതെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് വേദ എല്ലാം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ മുറത്തേക്ക് വരുന്ന സമയം അവിടെ വിനായകൻ പത്രം വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിനായകനോട് പറയുകയാണ്, അപ്പോൾ വിനായേട്ട ഇന്ന് വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ എൻ്റെ ഓഫീസ് അറിയാം, അവിടെ വരെ ഒന്ന് വരാമെന്ന് ചോദിക്കുകയാണ്. ചക്രപാണി സാറിൻ്റെ ഓഫീസല്ലേ? ഞാൻ വരാമെന്ന് പറയണം. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിനായകൻ എന്തോ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രീനിസാറിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ ഒരു പോസ്റ്റ്മാൻ വരികയാണ്. അപ്പോൾ എന്നിട്ട് രജിസ്റ്റേർഡ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ രജിസ്റ്റേർഡ് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊന്നും അല്ലായിരുന്നു, വേദ അയച്ച വക്കീൽ നോട്ടീസായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധരൻ തേരാട്ടിന് വേണ്ടിയിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നതെന്നും അതിലുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് 2002 ഒരു അടിപിടി നടന്ന സമയത്ത് വളരെ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ശ്രീനിസാർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ വരികയും 5 പേരുടെ ജീവൻ പൊലിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേസാണ് ശ്രീധരൻ തേരാട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേസാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിൻ്റെ വക്കാലത്താണ് ഇപ്പോൾ വേദ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് ശ്രീനിസാർ പറയും, ഇത് നമുക്ക് ആണല്ലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്